ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പാസ്തയാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പാസ്ത. ഇത് ഷെൽ ടൈപ്പ് പാസ്തയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു സവാളയാണ് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് തക്കാളി ഞാൻ എടുക്കുന്നില്ല. അതിന് പകരം ടൊമാറ്റോ സോസും സ്വീറ്റ് ചില്ലി സോസും സോയ് സോസും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് എരിവിനാവശ്യമായി 5-6 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. 5-6 വെളുത്തുള്ളി ഇലയും കൂടെ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് വേണം, വെള്ളം വേണം, അതുപോലെ തന്നെ എണ്ണ വേണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിതിലേക്ക് അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഉപ്പിടുന്നത് പാസ്തയിൽ ഒന്ന് പിടിക്കാനും ഓയിൽ ഒഴിക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാനുമാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ ഇതുപോലെ കട്ട പിടിച്ച് വേറിട്ട് വരത്തില്ല, കട്ട പിടിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ എന്നിട്ട് അടച്ചു വെച്ചതിനെ വേവിക്കുക. പാസ്തയ്ക്ക് കുറച്ച് വേവ് ആവശ്യമാണ്. അപ്പോൾ വേവിച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത ഊറ്റിയെടുക്കാം. അത് ഊറ്റി എന്നിട്ട് അടുത്തൊരു മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിൻ്റെ പകുതി ഭാഗം എടുത്ത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള ഇത്രയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിന് നമ്മൾ നോക്കി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളും ഇടുമ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ സ്വീറ്റ് ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സോയ് സോസ് ചേർക്കണ്ട. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിൽ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും കൂടെ നമുക്കിതിനെ ചേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണ്ട, ഉണ്ടെങ്കിൽ ഇത് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സ്വീറ്റ് ചില്ലി സോസും 1 ടീസ്പൂൺ സോയ് സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വേറെ ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അത് കുറച്ച് ഇനിയും ലാസ്റ്റ് ഇടാനായിട്ടാണ്. ഇനി ഇതിനൊരു സോസ് തയ്യാറാക്കണം. പാസ്തയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് മൈദയൊക്കെ നന്നായിട്ടൊന്ന് അതിൽ പിടിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെയും കൂടെ കുറച്ച് ഭാഗം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ചേർക്കുമ്പോൾ കുറച്ച് കട്ടയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പാൽ കുറച്ചുകൂടെ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കിയാൽ മതിയാകും. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബട്ടർ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ സോസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്തയിലേക്ക് ബാക്കി മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ സോസും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കുക. ഇപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാസ്ത, കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.